ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാടായല്ലോ നിങ്ങൾ എന്നെ കണ്ടിട്ടല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടിട്ട് ഒരുപാടായി. നമ്മുടെ കൊറോണ ഇപ്പോൾ വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി. അപ്പോൾ അതാണ് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. വാക്സിൻ എടുക്കാനുള്ള അവസരം കിട്ടുമ്പോൾ നിങ്ങളത് ഒഴിവാക്കാതെ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞ പോലെ തന്നെ മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, കൈ കഴുകുക, സാമൂഹിക അകലം പാലിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യാം. അപ്പോൾ കൊറോണ നമ്മളെയും കൊണ്ട് പോകുന്നുള്ള ഒരു വാശിയിൽ വരുമ്പോൾ നമ്മൾ വരില്ല എന്നുള്ളൊരു ഇതിൽ ഒരു തീരുമാനം എടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ആണ്. ഒരിക്കലും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കിഷ്ടമുള്ള കുറച്ച് പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പ്രൊഡക്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്ന, ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് ഞാൻ കൺവിൻസ്ഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് ഉപയോഗിക്കാറില്ല. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പോകുന്ന കുറച്ച് പ്രൊഡക്ട്സാണ്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇന്നത്തെ വീഡിയോ ഇതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയാൻ പോണത് ലിപ്സ്റ്റിക്ക്. അതായത് ഇതൊരു മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ബ്ലൂ ഹെവൻ്റെയാണ്. അപ്പോൾ ബ്ലൂ ഹെവൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് ബ്ലൂ ഹെവൻ്റെ. പക്ഷെ അതിൽ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ ബ്ലൂ ഹെവൻ്റെ എലഗൻസ് മാറ്റ് ലിപ് കളറാണ്. അപ്പോൾ ഇത് ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ എനിക്ക് ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഇതിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. മാത്രമല്ല ടെക്സ്ചർ നല്ല സ്മൂത്താണ്. സാധാരണ നമ്മൾ മാറ്റ് ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ എന്താ പറയുക, ലിപ്സൊക്കെ ഭയങ്കര ഡ്രൈ ആവും. പക്ഷെ ആ പ്രശ്നമൊന്നും ഇതിനില്ല. അപ്പോൾ ഇത് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഞാനിത് 100-ൽ 100 മാർക്ക് നൽകുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരുപാട് നമ്മുടെ ഫൗണ്ടേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് മെബിലിൻ്റെ ഫിറ്റ് മീ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഫിറ്റ് മീൻ്റെ 115ഉം അതുപോലെ 128ഉം. അപ്പോൾ ഈ 2 ഷെയ്ഡ്സാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കളർ കിട്ടുന്നതാണ്. ഇത് നമുക്ക് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. നാച്ചുറൽ എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഈ ഒരു കളറിനൊക്കെ നാച്ചുറലായിട്ട് കിട്ടും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രൊഡക്ട്സാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. നല്ല കളർ വേണമെന്ന് തോന്നുന്ന ഫങ്ഷൻസിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ 115 അത് ഐവറി ഷെയ്ഡ് മാത്രമായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന പ്രൊഡക്ട്സിലൊന്ന് ഇതാണ്. അപ്പോൾ നമ്മളത് കഴിഞ്ഞു. ഇനി എന്ന് പറഞ്ഞാൽ ഐബ്രോ. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷെ എൻ്റെ അനിയത്തി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് അവളുടെ അടുത്ത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് വാങ്ങിച്ചാണ്. അപ്പോൾ സിസ് ബ്യൂട്ടീൻ്റെ ഐബ്രോ ഡിഫൈനറാണ്. അപ്പോൾ ഇത് പുതിയ പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ പർപ്പിളിൽ നിന്നല്ല, നമുക്ക് ഏത് ഓൺലൈൻ ആപ്പിലും കിട്ടും. അപ്പോൾ പക്ഷെ ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചതൊക്കെ ഞാൻ എന്തോ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചാണ്. പർപ്പിൾ ഓഫറുള്ള സമയത്ത് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 ടൈപ്പ് പാലറ്റ് ഉണ്ട്. അപ്പോൾ ഞാനീ വാങ്ങിച്ചതിൽ ഇപ്പോൾ ഈ 4 കളേഴ്സാണ്. അപ്പോൾ ഇതിൽ ഈ ബ്രൗൺ ഉണ്ടല്ലോ, ഈ ബ്രൗണ് നല്ല ഡാർക്കുള്ള ഒരു പാലറ്റ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ബ്രഷും കിട്ടുന്നുണ്ട്, ഒരു ചെറിയ ബ്രഷ്. അപ്പോൾ ഇതിൽ 3 ബ്രോ പൗഡറും ഒരു വാക്സും ആണുള്ളത്. അപ്പോൾ ഈ വൈറ്റ് കളറ് വാക്സ് ആണ്. അപ്പോൾ ഈ വാക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോസ് ലോങ് ലാസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ ഐബ്രോസ് വരച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോവില്ല. അപ്പോൾ ഇതും എന്താ പറയുക, ഇത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ അടുത്തത് ഇതുപോലെ തന്നെ ഞാൻ വാങ്ങിച്ച മീൻസ് ഓഫർ സമയത്ത് വാങ്ങിച്ചാണ്. ഇത് ബൈ 1 ഗെറ്റ് 1 ഓഫറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഷെയ്ഡ്സ് കിട്ടും. ഗ്രീൻ ഉണ്ട്,
ബ്ലാക്ക്, ബ്രൗൺ, അങ്ങനെ പല ഷെയ്ഡ്സ്. അപ്പോൾ ഞാൻ ഈ വാങ്ങിച്ചത് ബ്ലൂവും, അതായത് റോയൽ ബ്ലൂ പോലത്തെ ബ്ലൂ, പിന്നെ ബ്ലാക്കുമാണ്. അപ്പോൾ ഈ ബ്ലൂ എൻ്റെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതോട് ഞാൻ വാങ്ങിച്ചാണ്. അപ്പോൾ വേറെ ബ്ലൂ ഞാൻ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചപ്പോൾ ഈ ഒരു ഷെയ്ഡ് കിട്ടിയില്ല. മാത്രമല്ല അത് മാറ്റ് ഫിനിഷ് അല്ല, ഗ്ലിറ്ററിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വാങ്ങിച്ചു. അപ്പോൾ ഈ കമ്പനീൻ്റെ പേര് റസ്മെ. ഞാൻ ആദ്യമായിട്ട് കേൾക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇത് വാട്ടർ പ്രൂഫാണ്. അപ്പോൾ നിങ്ങൾ സോപ്പിട്ട് കഴിയാൽ ഇത് പോകില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണിത്. ലൈനർ കൂടുതൽ സമയം നമ്മൾ യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്തൊക്കെ ഉപയോഗിക്കാം. ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാം. ഞാനിത് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. പക്ഷെ ഇത് നമ്മൾ കളയാൻ കുറച്ച് പണിയാണ്. മേക്കപ്പ് റിമൂവർ വേണം. അപ്പോൾ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഇപ്പോൾ അധികം പ്രൊഡക്ട്സ് ഒന്നുമില്ല, നിങ്ങൾ വിചാരിക്കേണ്ട ഇത് കുറേ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഇനി 2 എണ്ണം കൂടി ഉള്ളൂ. മീൻസ് ഇതും കൂടി അടക്കം 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ മസ്കാരയാണ്. അപ്പോൾ ഹൈപ്പർക്കുകളാണിത്. മീൻസ് ഈ ഒരു മസ്കാര ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺപീലിങ്ങിന് എന്താ പറയുക, വളഞ്ഞിരിക്കും. അപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും നല്ലതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഒരുപാട് സമയം നിൽക്കും. പിന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻ നല്ല രസമാണ്. കാരണം ബ്രഷ് ഉണ്ടല്ലോ, ഈ ബ്രഷിനൊരു കേവ് ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഐലാഷസ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാൻ ഇത് തന്നെയാണ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പോണത്. അപ്പോൾ ഞാനിതിന് മുമ്പ് കളർ എസൻസിൻ്റെ അതുപോലെ തന്നെ ലാക്മേൻ്റെ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. അപ്പം ലാസ്റ്റ് പക്ഷെ ബെസ്റ്റ് പ്രൊഡക്റ്റ്, മീൻസ് എനിക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത് വാട്ടർ പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മഡ്ജ് പ്രൂഫാണ്. പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ അമേസിങ് ആണ്. നല്ലൊരു ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, അബദ്ധത്തിൽ നമ്മൾ വാങ്ങിക്കുമല്ലോ, അങ്ങനെ വാങ്ങിച്ചാണ്. അപ്പോൾ ഇത് ബെല്ലവോസ്റ്റയുടെ ആണ്. ഇതിൻ്റെ കാജൽ സ്റ്റിക്കാണ്. ഇത് നല്ല പിഗ്മെൻറ്റഡ് ആണ്. ഇതിൻ്റെ ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നല്ല പ്യുവർ ബ്ലാക്കാണ്. ഒരു കോളിൻ്റെ മീൻസ് കൽക്കരിൻ്റെ ഒരു കളറ് ബ്ലാക്കാണ്. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് വേറെ ഒരു കാജൽ സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞൊരു പ്രത്യേക, കണ്ണിനൊക്കെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് ഇത് എഴുതി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പ്രൊഡക്റ്റാണ്, വലിയ വിലയൊന്നുമില്ല. നമുക്ക് നമ്മുടെ മേബിലിൻ്റെ ഒക്കെ വില കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുള്ളൂ. അപ്പോൾ അത്രയൊന്നും വിലയില്ല, വളരെ അഫോർഡബിളാണ്. ഇത് 149 ആണ്. പക്ഷെ പർപ്പിളിൽ നിന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്കിതിൽ ഒരു 110 കിട്ടി. അപ്പോൾ നല്ല ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചതെന്താണെന്ന് വെച്ചാൽ ഇത് കഴിയുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കഴിയാറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളതൊന്നും ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാജൽ സ്റ്റിക്ക്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിത് ഏതെങ്കിലും പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയത് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ എനിക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയ പ്രൊഡക്റ്റ് പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ ഇങ്ങനൊരു റിവ്യൂ ഒന്നും ഞാൻ ചെയ്യാതിരുന്നത്. ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.